Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക് ആണ് ബൈൻഡിങ് ഓഫ് റെഫറൻസിങ് എൻവയോൺമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ബൈൻഡിങ് ഓഫ് റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ collection of all names that are visible in the statement. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് സ്കോപ്പ്, അതുപോലെ സ്കോപ്പ് റൂൾ, നെസ്റ്റഡ് സ്കോപ്പ് അല്ലേ, അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ശരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻ എ സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജ് റെഫറൻസിങ് എൻവയോൺമെന്റ്സ് എന്ന് പറയുന്നത് local variables plus all of the visible variables in all of the enclosing scope. ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൽ എന്തുണ്ടായിരിക്കും? വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു പ്രോഗ്രാമിലെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം അല്ലേ. അതുപോലെ ഫങ്ഷൻസിന്റെ ഉള്ളിലാണെങ്കിലോ ഓരോ പ്രൊസീജിയേഴ്സിനുള്ളിലുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കൽ വേരിയബിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജിൽ റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഓരോ പ്രൊസീജിയേഴ്സിൽ വരുന്ന ലോക്കൽ വേരിയബിൾസ് പ്ലസ് ഓൾ ഓഫ് ദി വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ഓഫ് ദി എൻക്ലോസിംഗ് സ്കോപ്പ്, അതായത് ഗ്ലോബൽ വേരിയബിൾസും വരാം. ഓക്കെ, നമ്മൾ നെസ്റ്റഡ് സ്കോപ്പിൽ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി the referencing environment of a statement is needed while that statement is being compiled. So code and data structure can be created to allow references to non-local variables in both static and dynamic scope language. നമുക്ക് പ്രോഗ്രാം എക്സാമ്പിൾ ഉണ്ട്, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ a subprogram is active if its execution has begun but has not yet terminated. ഇനി ഒരു ഡൈനാമിക് സ്കോപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ അവിടെ റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ലോക്കൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലോക്കൽ വേരിയബിൾസ് പ്ലസ് ഓൾ വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ആക്റ്റീവ് സബ് പ്രോഗ്രാംസ്. ഓക്കെ, നമുക്കത് നോക്കാം. ദെൻ നമുക്ക് നോക്കേണ്ടത് സ്റ്റാറ്റിക് സ്കോപ്പ് ലാംഗ്വേജ്, അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റ് എന്താ, പ്രൊസീജിയർ എക്സാമ്പിൾ. ഇതാണ് അതിന്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ബിഗിൻ എൻഡ് അല്ലേ, ഇത് വെച്ചിട്ടാണ് സ്കോപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ എക്സാമ്പിളിന്റെ ബിഗിൻ എൻഡ് ആണ് ഇവിടെ ഉള്ളത്. ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് സബ് 1, അതുപോലെ തന്നെ സബ് 2. സബ് 3 എന്ന് പറയുന്നത് സബ് 2 എന്നുള്ള പ്രൊസീജിയറിന്റെ ഉള്ളിൽ വരുന്നതാണ്. നെസ്റ്റഡ് സ്കോപ്പിൽ നമ്മൾ നോക്കിയിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രൊസീജിയർ എക്സാമ്പിളിൽ എ ബി എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റീജർ ടൈപ്പിൽ. ഈ വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, ഗ്ലോബൽ വേരിയബിൾ ആണ്. അതായത് ഈ പ്രൊസീജിയർ എക്സാമ്പിളിനും യൂസ് ചെയ്യാം, എല്ലാ പ്രൊസീജിയേഴ്സിനും എന്താണ് യൂസ് ചെയ്യാം. ഇനി പ്രൊസീജിയർ സബ് 1 എടുക്കുക, അപ്പോൾ അവിടെ വരുന്ന വേരിയബിൾ ആണ് എക്സും വൈ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊസീജിയർ സബ് 2 ആണെങ്കിലോ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ലോക്കൽ വേരിയബിൾ ആണ്, ഇതെന്ന് പറയുന്നത് ഇതിന്റെ ലോക്കൽ വേരിയബിൾ ആണ്. ദെൻ ഇതിൽ വരുന്നതാണ് സബ് 3 എന്ന് പറയുന്നത്. അപ്പോൾ സബ് 3ൽ എന്താ ചെയ്തിരിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന സെയിം നെയിം ഉള്ള വേരിയബിൾ വീണ്ടും യൂസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതായത് എക്സ് ഓഫ് സബ് 2 എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ്, സബ് 3ൽ ഹിഡൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നെസ്റ്റഡ് സ്കോപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അത് ക്ലോസ് ചെയ്തു, എൻഡ് ചെയ്തു. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി റെഫറൻസിങ് എൻവയോൺമെന്റ് നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് സബ് 1 അല്ലേ. സബ് 1ൽ കേസ് എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? അതായത് ലോക്കൽ വേരിയബിൾസ് പ്ലസ് ഓൾ ഓഫ് വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ഓഫ് ദി എൻക്ലോസിംഗ് സ്കോപ്പ്. അപ്പോൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എക്സ് ആൻഡ് വൈ വരും അല്ലേ, എക്സ് ആൻഡ് വൈ ഓഫ് സബ് 1 വരും. അതുപോലെ ഗ്ലോബൽ വേരിയബിൾ വരില്ലേ, അതായത് എ ആൻഡ് ബി ഓഫ് എക്സാമ്പിൾ വരും. ഇനി അടുത്തത് എന്താ, സബ് 3 അല്ലേ. പ്രൊസീജിയർ സബ് 3 എടുത്തു. അപ്പോൾ സബ് 3 എന്ന് പറയുന്നത് സബ് 2ന്റെ ഉള്ളിൽ വരുന്നതാണ് സബ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ, എക്സ് ആണ് അല്ലേ. എക്സ് ഓഫ് സബ് 3 വരും, അതുപോലെ എ ആൻഡ് ബി ഓഫ് എക്സാമ്പിളും വരും. ഇനി അടുത്ത പോയിന്റ് എന്താ, 3. അപ്പോൾ 3 എന്ന് പറയുന്നത്
എവിടേക്കാ പോയിന്റ് ചെയ്തിരിക്കുന്നത്? അതായത് പ്രൊസീജിയർ സബ് 2ന്റെ ബിഗിൻ എൻഡിലാണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ലോക്കൽ വേരിയബിൾ എന്താ? എക്സ് ആണ് ലോക്കൽ വേരിയബിൾ. അതുപോലെ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് എ ആൻഡ് ബി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇത് പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? അതായത് എക്സാമ്പിൾ എന്നുള്ള പ്രൊസീജിയർ ആണ് അല്ലെ? അപ്പൊ അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. ബാക്കിയുള്ളതിനൊന്നും മെസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വരുന്ന പ്രൊസീജിയേഴ്സിന്റെ ലോക്കൽ വേരിയബിൾസ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഗ്ലോബൽ വേരിയബിൾസിനെ ഇതിന് അസസ് ചെയ്യാം. അപ്പോൾ എ ആൻഡ് ബി വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡൈനാമിക് സ്കോപ്പ് ലാംഗ്വേജ്. അപ്പൊ അതിലും ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് എന്താ? void sub1 അല്ലെ? void sub1. ദെൻ അതിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇന്റ് എ ബി എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ void sub2 അതിൽ ഇന്റ് ബി സി. ഇവിടെ എന്ന് പറയുന്നതിൽ എന്താ? sub1 എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട് അല്ലെ? ദെൻ void മെയിനില് വേരിയബിൾ ഇന്റ് സി ഡി ഇവിടെ sub2 എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 1 അല്ലെ? 1 എങ്ങോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത്? sub1 ആണ് അല്ലെ? അപ്പോ ഡൈനാമിക് സ്കോപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ അവിടുത്തെ റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതായത് ലോക്കൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും പ്ലസ് ഓൾ വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ആക്റ്റീവ് സബ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോൾ എന്തൊക്കെ വരും? എ ആൻഡ് ബി ഓഫ് sub1 അല്ലെ? എ ആൻഡ് ബി ഓഫ് sub1 വരും. പിന്നെ എന്താ? ഓൾ വിസിബിൾ വേരിയബിൾസ് ഇൻ ഓൾ ആക്റ്റീവ് സബ് പ്രോഗ്രാം. അപ്പൊ ഓൾ ആക്റ്റീവ് സബ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് sub1നെ എവിടെയെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? sub2ൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട് അല്ലെ? sub2ൽ കോൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ വേരിയബിൾസ് എന്ന് പറയുന്നതും റെഫറൻസിങ് എൻവയോൺമെന്റിൽ വരും അല്ലെ? അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ റെഫറൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്ത് വരും? അപ്പോൾ എ ആൻഡ് ബി ഓഫ് sub1 വരും. അതുപോലെ സി ഓഫ് sub2 വരും. സി ഓഫ് sub2 വരും. ഇനി ഈ sub2 എന്ന് പറയുന്നതിന് പിന്നെ കോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? മെയിനില് sub2നെ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ വേരിയബിളും വരില്ലേ? അതായത് ഡിയും വരും. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന റെഫറൻസിങ് എൻവയോൺമെന്റിൽ വരുന്ന എന്തൊക്കെയാണ്? അതായത് എ ബി വരും, ദെൻ സി വരും, അതുപോലെ ഡി വരും. ഓക്കെ, ഇനി 2ന്റെ കേസ് എടുക്കുക. അതായത് പോയിന്റ് 2. ഇനി പോയിന്റ് 2 ആണെങ്കിലോ ഇവിടെയുള്ള ലോക്കൽ വേരിയബിൾ ബി സി വരും അല്ലെ? ബി ആൻഡ് സി ഓഫ് sub2 വരും. പിന്നെ sub2നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വേരിയബിളും വരുമല്ലോ, അതായത് ഡി ഓഫ് മെയിനും വരും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? 3 അല്ലെ? 3 ആവുമ്പോഴോ ഇവിടുത്തെ വേരിയബിൾ ആണ്. അതായത് ഇതിനെ പിന്നെ വേറെ എങ്ങോട്ടും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ എങ്ങോട്ടും കോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ സി ആൻഡ് ഡി ആണ് അല്ലെ? സി ആൻഡ് ഡി ഓഫ് മെയിൻ വന്നു. ഇതാണ് ഓരോ 3 പോയിന്റ്സിൽ വരുന്ന റെഫറൻസിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ there are mainly 2 types of binding of referencing environment. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ബൈൻഡിങ് ആണ്, ദെൻ ഷാലോ ബൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ഓർ ഷാലോ ബൈൻഡിങ് മേക്ക് സെൻസ് ഓൺലി വെൻ എ പ്രൊസീജിയർ ക്യാൻ ബി പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെന്റ് ടു എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഡീപ്പ് ബൈൻഡിങ്, അതുപോലെ എന്താണ് ഷാലോ ബൈൻഡിങ്. ഓക്കെ, ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഡീപ്പ് ബൈൻഡിങ് ആണ്. അപ്പൊ ഡീപ്പ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്റ്റാറ്റിക് ആണ്. ഓക്കെ, സ്റ്റാറ്റിക് സ്കോപ്പ് ആണ് ശരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ബൈൻഡ്സ് ദി എൻവയോൺമെന്റ് അറ്റ് ദി ടൈം എ പ്രൊസീജിയർ ഈസ് പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെന്റ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് F2 ഓഫ് F3. ഇവിടെ ഫംഗ്ഷൻ F2 കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ദെൻ ഫംഗ്ഷൻ F3 കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? F2 ഓഫ് F3, അതായത് F3 എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ത് ചെയ്തിരിക്കുകയാണ്? ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുകയാണ്. അതായത് F2 ഓഫ് F3, F2ലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? F3 എന്ന് പറയുന്ന പ്രൊസീജിയർ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? ഏർലി ബൈൻഡിങ് ആണ്. അതായത് ആക്ച്വലി കോൾ സംഭവിച്ചിട്ടില്ല, പക്ഷെ അതിന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ബൈൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. It is the early binding of the referencing environment of a subroutine. So, the need for deep binding is sometimes referred to as the functional argument problem in Lisp. Okay.
നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഷാലോ ബൈൻഡിങ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബൈൻഡ്സ് ദി എൻവയോൺമെന്റ് അറ്റ് ദി ടൈം എ പ്രൊസീജിയർ ഈസ് ആക്ച്വലി കോൾഡ്. അപ്പോൾ നേരത്തെ സെയിം എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അതായത് F3 അല്ലേ? F3 എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ, അതായത് ആക്ച്വലി കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് എന്താ? ലേറ്റ് ബൈൻഡിങ് ആണ്. It is the late binding of referencing environment of a subroutine. Okay. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ അത് വെച്ചിട്ട് രണ്ടും, അതായത് ഡീപ്പ് ബൈൻഡിങ്ങും ഷാലോ ബൈൻഡിങ്ങും നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അതായത് ഫൈനൽ റിസൾട്ടിൽ വരുന്ന ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ എക്സാമ്പിൾ ആണ് ഫംഗ്ഷൻ F1ൽ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് 10 ആക്കി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ F2 ഉണ്ട്. അപ്പോൾ അതിൽ വേരിയബിൾ സെയിം നെയിം തന്നെയാണ് അല്ലേ? സെയിം നെയിം എക്സ് തന്നെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് എക്സ് ഓഫ് F1 എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തു? ഹിഡൻ ചെയ്തു. ദെൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. ദെൻ ഫംഗ്ഷൻ F3 എന്ന് പറയുന്നതിൽ എന്താ? പ്രിന്റ് എക്സ്, അതായത് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. ദെൻ F2 ഓഫ് F3, അതായത് ഫംഗ്ഷൻ F3 ഈസ് കോൾഡ് ഇൻ F2. ഓക്കെ, ഇനി ഡീപ്പ് ബൈൻഡിങ് കേസ് എടുക്കുമ്പോൾ, അപ്പോൾ ഡീപ്പ് ബൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താന്ന് പറയുന്നത്, അതായത് സ്റ്റാറ്റിക് സ്കോപ്പ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ റെഫറൻസിങ് എൻവയോൺമെന്റിൽ ഫസ്റ്റ് എന്താ? പോയിന്റ് വണ്ണിൽ, അതായത് ഫംഗ്ഷൻ F1ൽ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? എക്സ് ഓഫ് F1 ആണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് എന്താ? പോയിന്റ് ടൂലോ, അതായത് എക്സ് ഓഫ് F2 ആണ്, ഇവിടെ എക്സ് ഓഫ് F1 എന്ന് പറയുന്നത് എന്തിരിക്കുകയാണ്? ഹിഡൻ ചെയ്തിരിക്കുകയാണ്. ദെൻ പോയിന്റ് 3ൽ എക്സ് ഓഫ് F1 ആണ് വരുന്നത്, അതായത് ഡീപ്പ് ബൈൻഡിങ് അല്ലെ? ഡീപ്പ് ബൈൻഡിങ് എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റാറ്റിക് സ്കോപ്പിൽ എങ്ങനെയായിരുന്നു? ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ? അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ? 10 ആണ്. അപ്പോൾ ഇവിടെ പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ വാല്യൂ എന്ത് കിട്ടും? 10 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഷാലോ ബൈൻഡിങ് എടുത്തു. ഷാലോ ബൈൻഡിങ്ങിൽ ബൈൻഡിങ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ, അതായത് പോയിന്റ് 3ൽ നോക്കുമ്പോൾ ഇവിടെ വരുന്നത് എക്സ് ഓഫ് F2 ആണ്. ഓക്കെ, എക്സ് ഓഫ് F2 ആണ്. F2ൽ എക്സിന്റെ വാല്യൂ എന്താ? 6 ആണ്. ഇവിടെ ഈ ഒരു കേസിൽ, അതായത് ഡൈനാമിക് കേസിൽ എക്സ് ഓഫ് F1 എന്ന് പറയുന്നത് എന്താ? ഹിഡൻ ആണ്. അതായത് ഇവിടെ ഗ്ലോബൽ വേരിയബിളിന്റെ വാല്യൂ അല്ല നോക്കുന്നത്, ഇപ്പോൾ ഉള്ള കറന്റ്ലി ഉള്ള പ്രൊസീജിയറിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന വാല്യൂ, അതായത് ലോക്കൽ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചുള്ള വാല്യൂ. എക്സ് എന്ന് പറയുന്നത് ഹിഡൻ ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ? ഇപ്പോൾ കറന്റ്ലി എക്സിന്റെ വാല്യൂ എന്താണ്? 6 ആണ് അല്ലെ? 6 ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കോപ്പ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലെ? സ്കോപ്പ് റൂൾ, നെസ്റ്റഡ് സ്കോപ്പ്, അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് ഡീപ്പ് ബൈൻഡിങ് ആണെങ്കിൽ F3 gets the environment of F1. അപ്പോൾ F1ലെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആ വാല്യൂ പ്രിന്റ് ചെയ്തു. ഇനി ഇൻ കേസ് ഓഫ് ഷാലോ ബൈൻഡിങ് F3 is called in F2 and hence gets the environment of F2. അപ്പോൾ അവിടുത്തെ വേരിയബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലേ? അതായത് F2ന് ലോക്കൽ വേരിയബിൾ എക്സിന്റെ വാല്യൂ 6 ആണ്. അപ്പോൾ അത് പ്രിന്റ് ചെയ്തു. Okay, then these binding rules are irrelevant in languages like C. Cയുടെ കേസ് എടുക്കുമ്പോൾ which has no nested subroutines. Next എന്താ? Modular 2. ഇവിടെ എന്ന് പറയുമ്പോൾ which allow only outermost subroutines to be passed as an parameters. ഇനി PL bar I and ADA. ഇവിടുത്തെ കേസ് ആണെങ്കിൽ which do not permit subroutines to be passed as an parameter at all. Okay. ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാമിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഒരു പ്രോഗ്രാം ആയിരിക്കും തരിക, അങ്ങനെയാണ് ചോദിക്കുക. ഒരു പ്രോഗ്രാം തരും, റെഫറൻസിങ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ നോക്കിയില്ലേ, അതായത് രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് ആക്കുന്നത്, അതും എന്തായാലും ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന് തന്നെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, അതായത് ഫുൾ സിലബസ് ആയിട്ട് ഫുൾ കവർ ചെയ്ത് പോകേണ്ട, പകരം ഓരോ മൊഡ്യൂളിലെയും
ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കുകൾ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയി. അത് മാത്രം മതി അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.